യാ സോ ഗൈസ് വെൽക്കം ടു ഗോക്സ് ഗെയിമിംഗ്. ഇറ്റ്സ് മീ ഗോക്സ് ഹിയർ. സോ ഗൈസ് അപ്പം നമ്മളിന്ന് പുതിയൊരു ഗെയിം സീരീസ് ആയിട്ട് നമ്മളാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ ഒന്നല്ല, റോക്സ്റ്റാർ ഗെയിംസിൻ്റെ റെഡ് ഡെഡ് റിഡംഷൻ 2 RDR2. സോ ഗൈസ് അപ്പം റോക്സ്റ്റാർ ഗെയിംസിൻ്റെ തന്നെ റെഡ് ഡെഡ് റിഡംഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 13 ഇയേഴ്സിന് മുമ്പ്, ഐ ഡോണ്ട് നോ എത്രയോ, ഒരു 5 to 10 years മുമ്പ് ഇറങ്ങിയൊരു ഗെയിമാണ്. സോ അത് നമ്മുടെ കൺസോളിനകത്ത് മാത്രമേ ഉള്ളായിരുന്നു. സോ നമുക്ക് കൺസോൾ PC ഗെയിമേഴ്സ്. സോ അതുകൊണ്ട് തന്നെ നമുക്കാണെങ്കിൽ അത് കളിക്കാനുള്ളൊരു, അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഇത് നമുക്കില്ലായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് റെഡ് ഡെഡ് റിഡംഷൻ 2 നമ്മുടെ PC വെർഷൻ ആണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ അതായത് ഈ റെഡ് ഡെഡ് റിഡംഷൻ്റെ സീക്വലാണോ പ്രീക്വലാണോ എന്ന് ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുന്നൊരിതാണ്. സോ കുറേ ആൾക്കാർ കളിക്കുന്നുണ്ട്. സോ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗെയിം കളിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കും ഞാൻ ഈ ഒരു ഗെയിം വീഡിയോ സീരീസ് പോലെ പാർട്ട് ബൈ പാർട്ടായിട്ട് ഞാനാണെങ്കിൽ ഇത് വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ്, ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടാണ് ആരെങ്കിലാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ ഗൈസ്, ദെൻ വേറെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ റോക്സ്റ്റാർ ഗെയിംസിൻ്റെ GTA സീരീസ് കളിച്ചിട്ടുണ്ട്. സോ വി നോ അബൌട്ട് വൈസ് സിറ്റി, അതേപോലെ സാൻഡ്രിയാസ്, അതേപോലെ തന്നെ ട്രിലോജി ഗെയിം സീരീസ്, അതേപോലെ തന്നെ GTA 5. ദെൻ ഓൾമോസ്റ്റ് 2025 ആകുമ്പോഴത്തേക്ക് നമ്മൾ GTA 6 ഇറങ്ങുന്നുണ്ട്. സോ വി നോ അബൌട്ട് ദ GTA സീരീസ്. സോ റെഡ് ഡെഡ് റിഡംഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് റോക്സ്റ്റാർ ഗെയിംസിൻ്റെ ഈ ഒരു റെഡ് ഡെഡ് റിഡംഷൻ്റെ ഗെയിം സീരീസിൻ്റെ, അതായത് RDR1 RDR2ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് നോ എന്താണ് ഈ ഒരു ഗെയിമിൻ്റെ അകത്തുള്ളത്. സോ കുറേ പേര് കളിക്കുന്നുണ്ട്. സോ ജസ്റ്റ് എൻ്റെ കട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്ന് വിചാരിച്ചാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഗൈസ്, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, എന്താണ് അതിൻ്റെ അകത്തുള്ള, അതിൻ്റെ സ്റ്റോറി എന്താണ്, അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ ട്രെയിലർ പോലും ഞാൻ ജസ്റ്റ് കുറച്ച് കട്ട്സ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സോ ഈ ഒരു ഗെയിം സീരീസ് നമ്മൾ കളിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റോക്സ്റ്റാർ ഗെയിംസിൻ്റെ ഈ ഒരു റെഡ് ഡെഡ് റിഡംഷൻ 2ൻ്റെ ഗെയിം പ്ലേ ട്രെയിലർ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് അതൊന്ന് കണ്ടതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ ഒരു ഗെയിമിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അത് ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, സോ റെഡ് ഡെഡ് റിഡംഷൻ ഓൾറെഡി നമ്മൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾറെഡി നമ്മുടെ ഈ ഒരു റെഡ് ഡെഡ് റിഡംഷൻ 2 ട്രെയിലർ 2, ട്രെയിലർ 3, 3 ട്രെയിലറുണ്ട്. സോ നമുക്ക് എന്തായാലും ആദ്യമേ ഫസ്റ്റ് ട്രെയിലർ വാച്ച് ചെയ്യാം. ഫസ്റ്റ് ട്രെയിലർ വാച്ച് ചെയ്തതിന് ശേഷം അടുത്ത 2 ട്രെയിലർ വാച്ച് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ ഈ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായാലും ഒന്ന് ക്ലാരിറ്റി കൂട്ടിയിടാം. സോ അറിയത്തില്ല എന്താണ് ഇതിൻ്റെ അകത്ത് ട്രെയിലർ. ഈ ഒരു ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ ട്രെയിലർ എടുക്കുന്നത് തന്നെ ഒന്ന് കാണാൻ വേണ്ടി. യൂട്യൂബിലും അതേപോലെ തന്നെ കുറച്ച് ഗെയിം പ്ലേയും അതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ചെറിയ റീലൊക്കെ ആയിട്ട് കുറച്ച് കട്ട്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും തന്നെ നമ്മളിപ്പം ആദ്യമായിട്ട് നമ്മളാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വാച്ച് ചെയ്യാൻ പോവാണ്. Listen to me. When the time comes, you gotta run and don't look back. This is over. ഓക്കെ, റോക്സ്റ്റാർ ഗെയിംസ് 2017 ഈ ഒരു ഗെയിം ഇറങ്ങിയത്. ഓക്കെ, സോ ട്രെയിലർ കണ്ടപ്പം നോർമൽ എന്നല്ല, നമ്മളെ GTA 5 കളിച്ച ആ ഒരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഷെയ്ഡ്സൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തും കാണുന്നത്. സോ ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു ഗെയിം എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാമെന്നുള്ള രീതിയിൽ നമുക്ക് മൈൻഡിലിങ്ങനെ വന്നത് തന്നെ. സോ നമുക്കെന്തെങ്കിലും രണ്ടാമത്തെ ട്രെയിലർ കാണാം. സോ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് ജസ്റ്റ്, അതായത് GTA സീരീസ് നമ്മൾ കളിച്ചപ്പോഴത്തേക്ക് നമുക്കറിയാം ഏതൊരു ടൈം ലൈനിലാണ് നടക്കുന്നത്. സാൻഡ്രിയാസ് ആണ് ശരി. അതേപോലെ തന്നെ ഇപ്പോൾ ട്രിലോജി ഇറങ്ങിയ സമയത്ത് തന്നെ അത് മോഡിഫൈ ഒക്കെ ചെയ്ത് റീഷെയ്ഡൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വന്നത്. അതേപോലെ GTA 5ൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ GTA 5ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു കാലഘട്ടത്തിലാണ് 2010 2020 കാലഘട്ടത്തിലൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളതിനകത്ത്
കാണിക്കുന്നത്. അതായത് നമ്മുടെ GTA ഓഫ്ലൈൻ ആണെങ്കിൽ സ്റ്റോറി മോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ആ ഒരു ടൈം ലൈനാണ്. പിന്നെ ഓൺലൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ അതിനനുസരിച്ച് പുതിയ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോൾ ക്യാരക്ടേഴ്സിലായാലും ശരി, അതുപോലെ ഗ്രാഫിക്സിലായാലും ശരി, അതുപോലെ ആനിമേഷനിലായാലും ശരി, പല തരത്തിലുള്ള ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു ടൈം പീരീഡിലാണ് ഇറക്കിയ ഗെയിംസാണ്. പക്ഷേ എന്നാൽ പോലും തന്നെ ഇതൊരു 90s 80s കാലഘട്ടത്തിൽ നടക്കുന്നൊരു കഥയായിട്ടാണ്. ഇപ്പോൾ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോഴത്തെ ആ ഒരു കുതിരയുടെ ആണെങ്കിലും ശരി, മീൻസ് അത് ഒന്ന് കണ്ടപ്പോഴത്തേക്ക് ആ ഒരു കോസ്റ്റ്യൂമും ആനിമേഷനും കണ്ടപ്പോഴത്തേക്ക് അതായത് ആ ഒരു 80s 90s കാലഘട്ടത്തിൽ ആ ഒരു ടൈമിലാണ് നടക്കുന്ന കഥയാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കഥ എങ്ങനെ ഇത് അവരെങ്ങനെ ചെയ്തെടുത്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. സോ നമുക്കെന്തായാലും രണ്ടാമത്തെ ട്രെയിലർ നമുക്കെന്തായാലും കണ്ടുവെക്കാം. You got some money for me, boy? I seen your name in our ledger. You're a wanted man, Mr. Morgan. Maybe when your mother's finished mourning your father, I'll keep her in black on your behalf. We got lawmen in 3 different states after us. They chased us from the west, they chased us over the mountains. Open the gun! We'll need an extra gun. This place ain't no such thing as civilized. You're the only one of these fools that I trust. Where's our money? Do you have my bag? Always, Dutch. Product not yet rated. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിലുള്ള ഇതാണ് കാണിക്കുന്നത്. അതായത് കത്തി, ഗണ്ണ്, മീൻസ് പഴയതര ആ ഒരു ടൈപ്പ് ഗണ്ണ്, റിവോൾവർ, അതേപോലെ തന്നെ പിസ്റ്റള് അല്ല റിവോൾവർ, ആ ഒരു ടൈപ്പിലത്തെ ഗണ്ണും അതേപോലെ തന്നെ അമ്പും വില്ലും ആണെങ്കിലും. സോ അത് ആ ഒരു കാലഘട്ടത്തിൽ ഇടുന്നൊരു ഇതാണ്. സോ എന്താണിത്, ഗ്യാങ്സ്റ്റർ ആണോ അല്ലെങ്കിൽ എന്താണ്? ഇതൊരു സിംഗിൾ പ്ലെയർ ആണ്. അതേപോലെ തന്നെ ആണെങ്കിൽ ഇതൊരു എന്താണ്, അഡ്വഞ്ചർ, ഫാൻറ്റസി, അതേപോലെ തന്നെ ഇത് ഏതാണ്, സർവൈവലാണോ അല്ലെങ്കിൽ എന്താണ്? ഐ ഡോണ്ട് നോ, എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. സോ നമുക്കിനി അടുത്ത മൂന്നാമത്തെ ട്രെയിലറോട് കണ്ടിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് എന്തായാലും ഗെയിം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Listen to me. We don't want to kill any of you. But trust me, we will. Wake them up a little! This whole thing is pretty much done. We're more ghosts than people. ബൈ 1999. സോ ആ ഒരു കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഇതേപോലെ ഞാൻ വായിച്ചായിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതായത് ഈ RDR 2 റെഡ് ഡെഡ് റിഡംഷൻ 2 ആണെങ്കിൽ സീക്വലാണോ പീക്കലാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയ ഇല്ല. സോ ഞാൻ ഇവിടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. സോ ഇത് ആദ്യത്തെ ഒരു ഗെയിം നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, അതിൻ്റെ അകത്ത് ബൈ 1899 പറയുന്നുണ്ട്. You have got to keep faith. They will not crush us. The age of gunslingers and outlaws had almost passed. Good old Dutch. My best friend. You know how we met? Pair of hucksters trying to rob each other. Back in 78 or thereabouts. You have to love yourself a fire. സോ ഇതിൻ്റെ അകത്ത് ഈ കാണിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ ഓൾറെഡി RDR, അതായത് ഫസ്റ്റ് ആ ഒരു ഗെയിമിൻ്റെ അകത്തുള്ള ക്യാരക്ടർ തന്നെയാണ്. സോ നമ്മൾ ആ ഒരു ഗെയിം കളിക്കാത്തതുകൊണ്ട് തന്നെയാണെങ്കിൽ ആ ഒരു ഗെയിമിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറി എന്താണ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബട്ട് ആസ് പെർ ടൈം ലൈൻ ഈ ഒരു RDR 2 എന്ന് പറയുന്നത് RDR 1 ഗെയിം നടക്കുന്നതിന് മുമ്പ് വരുന്ന ഒരു സ്റ്റോറി ടൈം ലൈനിൽ വരുന്നൊരു ഇതാണ്. സോ അപ്പം നമ്മളത് കെയർ ചെയ്യേണ്ട കാര്യമില്ല ക്യാരക്ടേഴ്സ് ഏതാണ്.
സോ ആ ഒരു ഗെയിം അല്ലെങ്കിൽ ആ ഒരു കട നടക്കുന്നതിന് മുമ്പ് നടക്കുന്ന കഥയാണ് RDR 2. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാഹുബലി ആൻഡ് ബാഹുബലി 2. ബാഹുബലി 2 ആണ് യഥാർത്ഥത്തിൽ ബാഹുബലി 1ൻ്റെ പാർട്ട്. മനസ്സിലായോ? പാർട്ട് 1 ആയിട്ട് വരേണ്ടത്. അതായത് ടൈം ലൈൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബാഹുബലി 2 ആണ് യഥാർത്ഥത്തിൽ ബാഹുബലി 1. എന്നിട്ട് ബാഹുബലി 1 ആണ് യഥാർത്ഥത്തിൽ ബാഹുബലി 2 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. സോ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. It's one of the blessings. Sure, we can have fire. And we can have the knowledge of fire. But with that comes the knowledge of everything. Ladies and gentlemen, this is a robbery. Sons of Dutch. Makes us brothers. സോ പറയുകയാണെങ്കിൽ ഇവർ ഫാമിലീസാണ്, അല്ലെങ്കിൽ ഇവർ ഗ്യാങ്സ്റ്റേഴ്സാണ്. സോ ഇവരുടെ സർവൈവലിന് വേണ്ടിയാണെങ്കിൽ ഇതേപോലെ മോഷണവും പിടിച്ചു പറയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സർവൈവൽ സ്റ്റോറി, ഒരു ഗ്യാങ്സ്റ്റർ സർവൈവൽ എന്നുള്ള രീതിയിൽ ആണെന്ന് തോന്നുന്നു കഥ മുന്നോട്ട് പോകുന്നതെന്ന് തോന്നും. ബട്ട് ഐ ഡോണ്ട് നോ, കളിച്ചു നോക്കണം. Sometimes brothers make mistakes. You will never change. I know that. All of you venerate savagery. And you will die savagely. Get out here! Stay strong. Stay with me. You have to love yourself a fire. Product not yet rated. ഓക്കെ. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ 2-3 ട്രെയിലർ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ജസ്റ്റ് ഇത് കണ്ടോ, നമ്മുടെ GTA ആ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. സോ ഗൈസ്, ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നവരെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. സോ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റെഡ് റിഡംഷൻ ഈ RDR 2ൻ്റെ വീഡിയോസ് 1 by 1 ആയിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മുടെ ചാനൽ വരുന്നതാണ്. സോ അതാരും മിസ് ചെയ്യരുത്. സോ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. സോ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. What the fuck? Yeah, it's good. Rockstar Games. Okay, so Rockstar Games. So ഇത് നല്ലൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. റെഡ് ഡെഡ് റിഡംഷൻ 2 സ്റ്റോറി ഓൺലൈനും ഉണ്ട് ഇതിൻ്റെ അകത്ത്. You are in social club offline mode. You will enable to as network. Okay, so guys, അപ്പം Red Dead Redemption 2. Let's start the game. Keep out. മാൻ കുഞ്ഞ് മാനാണോ? ഓക്കെ, ആ റീലോഡിൻ്റെ ആ ഒരു ഗണ്ണിൻ്റെ ആ ഒരു by 1899 the age of outlaws and the gunslingers was at an end. America was becoming a land of laws. നേരത്തെ പറഞ്ഞ പോലെ 80s 90s ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഒരു ടൈം ലൈനിൽ ഉള്ളൊരു സ്റ്റോറിയാണ്. ഈവൻ ദ വെസ്റ്റ് ഹാഡ് മോസ്റ്റ്ലി ബീൻ ടാംഡ്. A few gangs still roamed, but they were being hunted down and destroyed. So gang wars ആണ് കൂടുതലും ഉള്ളത്. So Rockstar Games
പ്രസൻസ്. ഓക്കെ, സോ ഈ ഒരു ഗെയിം കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മൾ GTA 6 നമ്മൾ ഇതിൻ്റെ ആ ഒരു പവർ നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. വാവ്, റെഡ് ഡെഡ് റിഡംപ്ഷൻ 2. Abigail says he's dying, Dutch. We'll have to stop someplace. Okay, Arthur's out looking. I sent him up ahead. If we don't stop soon, we'll all be dying. This weather, it's May. I'm just hoping the law got as lost as we did. There. Arthur! Any luck? I found a place where we can get some shelter. Let Davy rest while he... You know. An old mining town. Abandoned. It ain't far. Come on. Come on! Yeah! സോ ഗൈസ്, കണ്ടിട്ട് ഒരു ഗ്യാങ് ഒരു ചാപ്റ്റർ 1 കോൾട്ടർ മീൻസ് സോ വേറൊരു സ്ഥലത്ത് നിന്ന് അവർ സർവൈവ് ചെയ്ത് വരുവാണ്. എനിക്കത് ഗ്യാങ് വാർ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണെന്ന് തോന്നുന്നത്. ഐ ഡോണ്ട് നോ. കൂടെ വന്നവരൊക്കെ ആണെങ്കിൽ വെടികൊണ്ട് ഒക്കെ ചോര വാർന്നൊക്കെ കിടക്കുവാണ്. ചാവാറായെന്നാണ് പറഞ്ഞ് കേട്ടത്. Get that fire lit, quick. Miss Jones, bring in whatever blankets we have. Mr. Pearson, see what we've got in terms of food. Davy's dead. There was nothing more you could have done. ആരൊക്കെയോ What are we gonna മരിച്ചിട്ടുണ്ട്. do? We need supplies. Well, first of all, you're gonna stay here, and you were gonna get yourself warm. Now, I sent John and Micah scouting out ahead. Arthur and I, we're gonna ride out, see if we can find one of them. And this, just for a short bit. And I don't see what other choice we have. Listen to me, all of you, for a moment. Now, we've had, well, a bad couple of days. I loved Davy, Jenny, Sean, Mac. They may be okay. സോ ഗൈസ്, We don't know. ഈ ഒരു ഗ്യാങ്ങിൻ്റെ തന്നെ ഇഷ്ടം പോലെ But we ക്യാരക്ടേഴ്സ് lost some ഉണ്ട്. folks. ഇവരുടെ പേര് പഠിക്കാൻ തന്നെ Now, if I could കുറേ ടൈം എടുക്കേണ്ടി throw വരും. myself in the ground in their stead, I'd do it gladly. But we're gonna ride out and we're gonna find some food. Everybody, we're safe now. There ain't nobody following us through a storm like this one. And by the time they get here, well, we're gonna be long gone. We've been through worse than this before. Mr. Pearson, Miss Grimshaw, I need you to turn this place into a camp. We may be here for a few days. Now, all of you, get yourselves warm. Stay strong. Stay with me. We ain't done yet. Come on, Arthur. All right. We've got some work to do. We ain't run into them yet, so they both must have headed down the hill. Sure. Hey, I ain't had time to ask. What really went down back there on that boat? We missed you. That's what happened. Come on.
Oh. Hey, you need horses? Oh, yeah. Hey, Mr. Smith, get yourself indoors. You need to rest that hand. I'll live. Get indoors, son. Bye. സോ ഗൈസ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് എന്തായാലും എൻഡ് ചെയ്യാം. ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ആയെന്ന് തോന്നുന്നു. സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് അടുത്തൊരു പാർട്ടിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സോ ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ ഗോക്സ് ഹിയർ സൈനിങ് ഓഫ് ഗോക്സ് ഗെയിമിംഗ്. ബൈ ബൈ.